എന്തായാലും ഇ ഡി, വി ഡി, അതേപോലെ തന്നെ മോദി, ഇവർക്ക് എല്ലാവർക്കും നല്ലൊരു താങ്ക്സ് കൊടുക്കുകയാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ സഖാക്കന്മാർക്കെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം നല്ല ഒരു സങ്കടം ഉണ്ടായിരുന്നു. ആ സങ്കടമൊക്കെ മാറ്റി തന്നതിന് എന്തായാലും നല്ല കാര്യമുണ്ട്. കാരണം ഇടതുപക്ഷ മുന്നണിക്ക് ഒരു മന്ദഗതിയിലൊക്കെ അല്ലെ തോൽവിയുടെ ഒക്കെ ആഘാതത്തിൽ എല്ലാ സഖാക്കന്മാരും ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. അന്നേരമാണ് പിണറായി വിജയനെ എതിരെ യാതൊരു കാരണവും ഇല്ലാതെ ഇടി റെയ്ഡ് വരുന്നത്. അപ്പൊ എന്തായാലും ഇടതുപക്ഷത്തെ നല്ല ഉഷാറാക്കിയായിരുന്നു. നല്ല DYFIയുടെ SFIയുടെ ഒക്കെ പിള്ളേരെ അങ്ങോട്ട് ചെന്നിട്ട് നല്ല ഠമാർ പടാർ എന്ന് പറഞ്ഞുള്ള പരിപാടി അങ്ങോട്ട് കാണിച്ചു. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ഫോൾട്ടും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇ ഡി വന്ന വാഹനം അടിച്ചു തകർത്തു. അത് ഇ ഡിയുടെ വാഹനമല്ലായിരുന്നു, കാരണം പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ ഒരു വാഹനമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു ഫോൾട്ടായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. പക്ഷെ എങ്കിലും പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നല്ല ഉഷാറായിട്ടുണ്ട് കേരളത്തിൽ മൊത്തം. അതിൻ്റെ അകത്ത് എന്തായാലും നമ്മുടെ VD സതീശനും മോഡിജിക്കും ഇ ഡിക്കും ഒക്കെ ഒരു നന്ദി. പിന്നെ നമ്മുടെ ദീപ്തി മേരി വർഗീസ് എന്നും പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവ് ഭയങ്കര വലിയ ആശംസയൊക്കെ അറിയിക്കുന്നത് കേട്ടു. അപ്പൊ മേഡം ഒരു കാര്യം കൂടി പറയാനുണ്ട്. പണ്ടേ മേഡത്തിനെയും മേഡത്തിന്റെ കെട്ടിയവനെയും കൂടെ ഈ വണ്ടിച്ചെക്ക് കൊടുത്ത കേസിൽ പ്രതിയായിട്ട് മറ്റേതാ പറയുന്നത് ശിക്ഷിക്കപ്പെടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൂടൊക്കെ ഒന്ന് ഓർക്കണം. അതിനേക്കാളൊക്കെ ഒരു ഏതാ പറയുന്നത് അന്തസ്സില്ലാത്തൊരു പണിയല്ലേ. വല്ലവനോടും കാശ് മേടിച്ചിട്ട് വണ്ടിച്ചെക്കും കൊടുത്തിട്ട് അവരെ മൂഞ്ചിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സുമാറുള്ളത് പരിപാടിയല്ല. എന്തായാലും സാരമില്ല, പോട്ടെ. അപ്പൊ എന്തായാലും മുടിജി, വിഡിജി, അതേപോലെ തന്നെ EDG എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. കാരണം ഇടതുപക്ഷത്തെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതിന് ഇത്ര നാൾ ഉറങ്ങിക്കിടന്ന സഖാക്കളായിരുന്നു, അവരെ എല്ലാം ഉണർത്തിയതിനും. അപ്പം ഓക്കെ.